എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഞങ്ങൾ പെർഫെക്റ്റ് മോട്ടോഴ്സിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 3 EV വാഹനങ്ങൾ ഡെലിവറിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സോജന് നമസ്കാരം. നമസ്കാരം. ഇതിൻ്റെ ഫിനാൻസ് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നമുക്കാണെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നതെങ്കിലും നമ്മളിപ്പോൾ നിലവിലിപ്പോൾ പ്രൈവറ്റ് ബാങ്കിനെ നമ്മളിപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് IDFCയുടെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് 2 ദിവസത്തേക്കുള്ളിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഡിസ്ചാർജിൻ്റെ സമ്മറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം EMI അടയ്ക്കേണ്ട. ചിലത് പിന്നീട് അടയ്ക്കണമെന്നല്ല, അത് വേണ്ട. ഇൻഷുറൻസ് കവേർഡായിട്ട് അവർക്ക് പേയ്മെൻറ്റ് കയറും. ഏറ്റവും ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല പലിശയിലും ഏറ്റവും കുറവാണ്. പിന്നെ 6 മാസം കഴിഞ്ഞ് നമ്മളെപ്പോഴും കൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പലിശയില്ല, മുതൽ മാത്രം അടച്ചാൽ മതി. പ്രോസസ്സിംഗ് ഫീ വല്ലതും വരും. അത് നമ്മൾ ഉദ്യം ചെയ്ത് വിടുന്നതുകൊണ്ട് അതിലും ബെനിഫിറ്റാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മുതൽ മാത്രം അടയ്ക്കുക, മറ്റുള്ള ഫിനാൻസുകൾക്കൊന്നും അതില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് EMI 1 വർഷം 2 വർഷം 5 വർഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡൗൺ പേയ്മെൻറ്റിൽ ഒരു വേരിയേഷൻ വരുമെന്നേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ സിവിൽ സ്കോർ ഉള്ള ആൾക്ക്, ഒരു 750 മേളിൽ നല്ല രീതിയിൽ സിവിൽ സ്കോർ ഉള്ള ആൾക്കാണെങ്കിൽ നമുക്ക് CNG വണ്ടി ആണെങ്കിൽ ഒരു 20-25 രൂപ ഡൗൺ പേയ്മെൻറ്റിലും, ഇലക്ട്രിക് വണ്ടി ആണെങ്കിൽ നമുക്കൊരു 35 രൂപ ഡൗൺ പേയ്മെൻറ്റിലും നമുക്ക് ഇറക്കാൻ പറ്റും. പിന്നെ നാഷണലൈസ്ഡ് ബാങ്കിലായി നമ്മൾ ഇൻവോയ്സ് വരും, അതുകൊണ്ടൊന്ന് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും. അത് പലിശയിൽ നല്ല രീതിയിൽ ഇളവുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കൊണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് വരത്തില്ല. ആക്സിഡൻ്റൽ ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനാൻസ് എടുത്തേക്കുന്ന ആൾക്കാണെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഫിനാൻസ് ക്ലോസ് ആവും. അതാണ് മെയിനായിട്ട് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ വരുന്നത്. അത് പ്രൈവറ്റ് ബാങ്കിനും ഉണ്ട്. പ്രൈവറ്റ് ബാങ്കിന് 2 ഇൻഷുറൻസ് വരുമെന്നേ ഉള്ളൂ. മുദ്രാ ലോൺ എങ്ങനെയാണ് ഇവിടെ? മുദ്രാ ലോൺ ചെയ്യുന്നുണ്ടോ? അതെ, നമ്മൾ മുദ്രാ ലോൺ ചെയ്ത് കൊടുക്കും. കസ്റ്റമറുടെ ആധാറും പാൻ കാർഡും ചെയ്ത് സിവിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുദ്രാ ലോൺ ചെയ്യാം. എലിജിബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് SBI, യൂണിയൻ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും. നിലവിലെന്ന് വെച്ചാൽ പ്രൊജക്ട് റിപ്പോർട്ട് ഉദ്യോഗമെല്ലാം ബാങ്കിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ചെയ്ത് കൊടുക്കുക. അതിപ്പം അവർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തു തരും. കസ്റ്റമർ എങ്ങും പോകേണ്ടതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. ഇതിൻ്റെ ബാറ്ററി ഡീറ്റെയിൽസ്? നമ്മുടെ ബാറ്ററിയുടെ വെച്ചാൽ 9.2 kW ബാറ്ററിയാണ് വരുന്നത്. 40 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 11 kW മോട്ടറിൻ്റെ ശക്തിയാണ് വരുന്നത്. ബാറ്ററി വന്നിട്ട് വെച്ചാൽ ഫ്രണ്ടിലാണ് വരുന്നത്. ഇപ്പം ബാറ്ററി എന്ന് വെച്ചാൽ നമ്മൾ നിലവിലിപ്പം സാറ് അതിൻ്റെ അതിൽ കാണിക്കും എങ്ങനെ ബാറ്ററിയുടെ ഉള്ളിൽ എങ്ങനെ ഏറ്റവും കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ളൊരിതാണ് എങ്ങനെയാണ് ബാറ്ററി ഇരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ അകത്താണ് വരുന്നത്. അതിപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫെയർ മീറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ബാറ്ററിയുടെ ദൂരം. അത് ഷോറൂമിൽ മാത്രമേ നമുക്ക് അഴിക്കാനെ കൊണ്ടുള്ള ഇതുള്ളൂ. നമ്മളൊരു കാരണവശാലും കസ്റ്റമേഴ്സ് ബാറ്ററി എന്താണ് ഉള്ളിലിരിക്കുന്നത് കാണാൻ വേണ്ടി ഒരു കാരണവശാലും അഴിക്കരുത്. എന്നുവെച്ചാൽ അത് വാറണ്ടിയിലൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ പോലും വീഡിയോ എടുത്തിട്ടാണ് അഴിക്കുന്നത്. കാരണം വെച്ചാൽ പിന്നീട് എന്തെങ്കിലും ബാറ്ററിയുടെ ഇത് വരുന്ന ഇഷ്യൂസ് വരുന്ന ടൈമിന് ഇത് ടാറ്റയുടെ ബാറ്ററിയാണ് വരുന്നത്. അപ്പം ടാറ്റയുടെ വിശ്വാസം എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ടോപ്പ് ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒന്നും കൂടെ വിശ്വാസം കൂടുതലാണ്. എന്താ വെച്ചാൽ ഇത്രയും കൊല്ലമായിട്ട് ഇറക്കിയിട്ട് കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് TVSഉം ടാറ്റയായിട്ടുള്ള ഒരു കൊളാബിന് വരാൻ മെയിൻ കാരണം. എന്ന് വെച്ചാൽ 9.2 kW തന്നെയാണ്. അവർ കിലോവാൾട്ട് കൂട്ടി വെക്കാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ചുള്ള എന്ന് വെച്ചാൽ ഇൻ കേസ് ഇപ്പം ഒരു 6 വർഷം കഴിഞ്ഞ് വാറണ്ടി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അല്ലെങ്കിൽ സെല്ല് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇപ്പം മറ്റുള്ള ബ്രാൻഡുകൾ ഇപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, അറിയാമല്ലോ. ഇപ്പം ഒരു 6 മാസം ഇറക്കി അത് നിർത്തി, അടുത്ത പുതിയ വേരിയൻ്റ് ഇറക്കി അത് നിർത്തി, അറിയാം. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അത് എടുത്ത് പെട്ടുപോയവരാണ്. അപ്പോൾ അതിൻ്റെ സെല്ലുകൾ മാറാൻ ചെല്ലാന്നവരാണ് പാർട്സ് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു വിഷയം TVSൻ്റെ ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല. അതിൽ നമുക്ക് 100% വിശ്വാസം വരും. അത് ടാറ്റയോടുകൂടിയുള്ളൊരു വിശ്വാസമാണ് മെയിനായിട്ട് വരുന്നത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.